ഏത് വീടുകളിൽ പോയി വോട്ട് അഭ്യർത്ഥിക്കുമ്പോഴും സാധാരണഗതിയിൽ അങ്ങയുടെ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വാർഡിലും പഞ്ചായത്തിലുമൊക്കെ ആവുമ്പോൾ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ സവിശേഷതകൾ, കുടുംബ പശ്ചാത്തലം, സാമൂഹ്യ ഘടകങ്ങൾ ഇതൊക്കെയാണ് പരിഗണിക്കപ്പെടാറുള്ളത് എന്ന് പറയാറുണ്ട്. അതിനെയൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ ഇടതുപക്ഷം നേരിടുന്നത് എങ്ങനെയാണ്? സ്വാഭിമാനം, സവിനയം, രാഷ്ട്രീയത്തെ മുൻനിർത്തിയിട്ടാണ്, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്. കേരളത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ മാത്രം ഞാനിപ്പോൾ സൂചിപ്പിച്ചു 3560 കുടുംബങ്ങൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ പറ്റുന്നുണ്ട്. നവംബർ 20 മുതൽ ഡിസംബർ 15 വരെയുള്ള 25 ദിവസങ്ങൾക്കിടയിൽ ഈ 3560 കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നത് 5600 രൂപയാണ്. ഞാൻ 62 ലക്ഷം കുടുംബങ്ങളുടെയും കേരളത്തിന്റെ ആകെ വിശാലമായ കണക്കിലേക്ക് പോകാത്തത്. ഇത് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണല്ലോ, വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് കേന്ദ്രീകരിക്കാം. പക്ഷെ കേരളത്തിൽ ആകെ നടന്ന മാറ്റത്തിന്റെ എൻ്റെ ഗ്രാമത്തിൽ എൻ്റെയും അങ്ങയുടെയും വീടിരിക്കുന്ന ബൂത്ത് പ്രദേശങ്ങളിലെ അനുഭവം എന്താണ്? ചെറുകാടിന്റെ പ്രസിദ്ധി ആർജിച്ച ഒരു പ്രയോഗമുണ്ട്. എൻ്റെ മുരിങ്ങാമര ചൂട്ടിൽ നിന്നിട്ടാണ് ഞാൻ നക്ഷത്രങ്ങളെ കാണാറുള്ളത്. കേരളത്തിൽ ഇടതുപക്ഷം ഓരോ വീട്ടിലെ ഗ്രഹനാഥയോടും മറ്റു വോട്ടർമാരോടും അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഇറകത്തിരുത് കൊണ്ട് ലോകത്തെ കണ്ടാൽ മതി, ഇന്ത്യയിലേക്ക് നോക്കിയാൽ മതി, പക്ഷെ കാണാനുള്ള കാഴ്ചകളുടെ വലിപ്പം ഉണ്ടാകണം. 25 ദിവസങ്ങൾക്കിടയിൽ ഞങ്ങളുടെ നാട്ടിൽ മാത്രം 3560 കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് 5600 രൂപ എത്തിച്ചു നൽകിയ ഒരു മാറ്റം, ആ മാറ്റം തുടരേണ്ടതുണ്ടോ? ഇതാണ് സ്വാഭിമാനം. പക്ഷേ നല്ല വിനയത്തോടുകൂടെ കേരളത്തിൽ ഇടതുപക്ഷം ഓരോ വീടിനോടും ചോദിക്കുന്നത്.